ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 222 വാല്യം 5 മോദീനായിലേക്ക്. ജബ്നിൽ കഴിഞ്ഞുള്ള കുന്നുകൾ ധ്രുവ നക്ഷത്രത്തിന്റെ നില അനുസരിച്ച് നോക്കിയാൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഉയരം കൂടുതലുള്ളതായി കാണുന്നു. പച്ചയും വയലറ്റും നിറങ്ങൾ കലർന്ന യൂദയ കുന്നുകൾ അങ്ങകലെ കാണാം. തെക്കൻ നാടുകളിലെ പോലെ ദിവസം പെട്ടെന്ന് അങ്ങസ്തമിച്ചു. കടും ചുവപ്പ് കലർന്ന അസ്തമനം കഴിഞ്ഞ് 1 മണിക്കൂർ ആയതേയുള്ളൂ. നക്ഷത്രങ്ങൾ മിന്നി തുടങ്ങിക്കഴിഞ്ഞു. കിഴക്ക് ഭാഗത്ത് കുറേ നക്ഷത്രങ്ങളും അവയുടെ കൂടെ അരിവാൾ പോലെ ചന്ദ്രികയും പ്രത്യക്ഷപ്പെട്ടു. നക്ഷത്രങ്ങളുടെ പ്രകാശവും മനുഷ്യരുടെ നിശബ്ദതയും കൂടിക്കൂടി വരികയാണ്. പറുദീസായുടെ മനോഹാരിത, എന്നാൽ പാപമല്ലാത്തത് സംഗീതം മാത്രം. രാപ്പാടികൾ, പതഞ്ഞൊഴുകുന്ന അരുവികൾ, ഉരുമിയിളകുന്ന ഇലകൾ, ചിലയ്ക്കുന്ന ചീവീടുകൾ, കുഴലൂതുന്ന കരതവളകൾ, ഇവയെല്ലാം ഊർന്നിറങ്ങുന്ന മഞ്ഞുതുള്ളികൾക്കായി സംഗീതം മുഴക്കുന്നു. ഒരുപക്ഷെ അങ്ങുയരങ്ങളിൽ നക്ഷത്രങ്ങളും സംഗീതം ആലപിക്കുന്നുണ്ടാവും. ദേവദൂതന്മാരോട് നമ്മളെക്കാൾ കൂടുതൽ അടുത്തിരിക്കുന്നത് അവരാണല്ലോ. മഞ്ഞു വീഴാൻ തുടങ്ങിയതിനാൽ കുളിർമയായി. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ചെടികൾക്കും ആശ്വാസം ലഭിച്ചു തുടങ്ങി. പകലിന്റെ ചൂടെല്ലാം അവസാനിച്ചു. അപ്പസ്തോലന്മാരെ ജബ്നീലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ജോണിനെ അയച്ച ശേഷം ഈശോ കുന്നുകളുടെ അടിഭാഗത്ത് കാത്തിരിക്കുകയായിരുന്നു. അവർ വന്നപ്പോൾ കറിയോത്തുകാരനെ വിളിച്ച് ഏതാനും പണസഞ്ചികൾ ഏൽപ്പിക്കുകയും അവ എങ്ങനെ വിനിയോഗിക്കണമെന്ന് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. അയാളുടെ പിന്നിൽ മുട്ടാടിനെ പിടിച്ചുകൊണ്ട് ജോൺ ഒന്നും സംസാരിക്കുന്നില്ല. തീഷ്ണനും ബർത്തലോമിയോയും അവൻ്റെ ഇരുവശങ്ങളിലുമായി നിന്ന് ആൻഡ്രുവും ഫിലിപ്പും ജബ്നീലിൽ എത്ര ഭംഗിയായി പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അങ്ങ് പിന്നിൽ ബാക്കി എല്ലാവരുമുണ്ട്. എല്ലാവരും ഉച്ചത്തിലാണ് സംസാരം. ഫിലിസ്ത്യരുടെ നാട്ടിൽ അവർ ചെയ്ത സാഹസവേലകളെല്ലാം ചുരുക്കി ഓരോന്നായി പറയുകയാണ്. താമസിയാതെ തന്നെ പന്തക്കുസ്ത തിരുനാളിനായി ജെറുസലേമിലേക്ക് തിരിച്ചു പോകാമല്ലോ എന്നോർത്ത് സന്തോഷവും പ്രകടിപ്പിക്കുന്നു. നമ്മൾ നേരായിട്ടും ഉടനെ തന്നെ പോകുമോ? ഫിലിപ്പ് ചോദിക്കുന്നു. ചൂടുമണലിൽ നടന്ന് ആളാകെ തളർന്നു. ഗുരു അങ്ങനെയാണ് പറഞ്ഞത്. നീ അത് കേട്ടല്ലോ. എൻ്റെ സഹോദരന് തീർച്ചയായും അറിയാം. പക്ഷേ അവൻ എന്തോ മനോരാജ്യത്തിൽ മുഴുകി നടക്കുകയാണ്. ഈ 5 ദിവസവും അവരെന്താണ് ചെയ്തതെന്നുള്ളത് ഒരു രഹസ്യമായി തന്നെ ഇരിക്കുന്നു. സബദിപുത്രൻ ജെയിംസ് പറയുന്നു. തീർച്ചയായും അവരുടെ വിവരം അറിയാഞ്ഞിട്ട് ഞാൻ മരിക്കുകയാണ്. ജബ്നീലിൽ കിട്ടിയ ശുദ്ധീകരണത്തിന് പരിഹാരമായിട്ടെങ്കിലും അത് നമ്മളോടൊന്ന് പറയേണ്ടതാണ്. 5 ദിവസം എന്ത് ശ്രദ്ധിച്ചാണ് നീങ്ങിയത്? ഓരോ ചുവടും ഓരോ വാക്കും ഓരോ നോട്ടവും എത്ര കരുതലോടെയായിരുന്നു നമ്മൾ ചെയ്തത്, ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ, പത്രോസ് പറയുന്നു. എന്നാലും നമ്മൾ വിജയിച്ചു. നമ്മൾ പഠിച്ചു തുടങ്ങി, അല്ലേ? മാത്യു സന്തോഷത്തോടെ പറയുന്നു. സത്യം പറഞ്ഞാൽ 2-3 പ്രാവശ്യം ഞാൻ വിറച്ചുപോയി. ആ ഭാഗ്യപ്പെട്ടവൻ സൈമണിൻ്റെ പുത്രൻ യൂദാസ്, സ്വയം നിയന്ത്രിക്കാൻ അവൻ ഒരിക്കലും പഠിക്കയില്ലേ? ഫിലിപ്പ് ചോദിക്കുന്നു. പ്രായമാകുമ്പോൾ. എന്നാൽ അവൻ അങ്ങനെ ചെയ്യുന്നത് നല്ല ഉദ്ദേശത്തോടെയാണെന്ന് നമുക്ക് പറയാം. ഗുരു അങ്ങനെ പറഞ്ഞായിരുന്നു. നീ അത് കേട്ടില്ലേ? അവൻ തീഷ്ണത കൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നത്? യൂദാസിനെ ന്യായീകരിക്കാൻ ആൻഡ്രു പറയുന്നു. അവിടം ഒന്ന് വിട്ടുപോര്. ഗുരു അങ്ങനെ പറഞ്ഞത് അവൻ നന്മ തന്നെ ആയതുകൊണ്ടും വിവേകം തന്നെ ആയതുകൊണ്ടുമാണ്. എന്നാൽ യൂദായുടെ പ്രവൃത്തികളെ ഗുരു അംഗീകരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പത്രോസ് മറുപടി കൊടുക്കുന്നു. അവൻ കള്ളം പറയുകയില്ല. തദേവുസ് എതിർക്കുന്നു. കള്ളം പറഞ്ഞോ എന്നതല്ല പ്രശ്നം. ഏറ്റവും വിവേകത്തോടെ മറുപടി പറയാൻ ഗുരുവിനറിയാം. അതുപോലെ ചെയ്യാൻ നമുക്കറിഞ്ഞുകൂടാ. ഒരുത്തരുടെയും ചങ്ക് തകർക്കാതെ അവൻ സംസാരിക്കുന്നു. തീർച്ചയായിട്ടും അവനല്ലേ? ഒരു നെടുനിശ്വാസം മുതിർത്തുകൊണ്ട് പത്രോസ് പറയുന്നു. കൂടുതൽ തെളിഞ്ഞു പ്രകാശിക്കുന്ന നിലാവിൽ നിശബ്ദരായി അവർ നടക്കുന്നു. പിന്നെ പത്രോസ് സബദിപുത്രൻ ജെയിംസിനോട് പറയുന്നു. ജോണിനെ ഒന്ന് വിളിക്കാൻ നോക്കിക്കേ. അവൻ നമ്മളെ ഒഴിഞ്ഞു മാറുന്നത് എന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കറിയാം. കാര്യങ്ങൾ അറിയാൻ അവനെ നമ്മൾ വല്ലാതെ അലട്ടും എന്നവൻ അറിയുന്നു. തോമസ് മറുപടി പറയുന്നു.
തീർച്ചയായും അതല്ലേ അവൻ ഏറ്റവും വിവേകവും ജ്ഞാനവുമുള്ള 2 പേരുടെ കൂടെ നടക്കുന്നത്, ഫിലിപ്പ് ഉറപ്പിച്ചു പറയുന്നു. എങ്കിൽ തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കൂ ജെയിംസ്, നീ നല്ലവനായിരിക്കും, പത്രോസിന് നിർബന്ധം. വിധേയത്വത്തോടെ 3 പ്രാവശ്യം ജോണിനെ വിളിക്കുന്നു. ജോൺ കേൾക്കുന്നില്ല, അഥവാ കേൾക്കുന്നില്ലെന്ന് നടിക്കുന്നു. എന്നാൽ ബർത്തലോമ്യോ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ജെയിംസ് അയാളോട് പറയുന്നു, ഇങ്ങോട്ടൊന്ന് വരാൻ എൻ്റെ അനുജനോട് പറയൂ. അനന്തരം പത്രോസിൻ്റെ പക്കലേക്ക് തിരിഞ്ഞ് പറയുന്നു, എന്നാലും നമ്മളോടെന്തെങ്കിലും അവൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജോൺ അനുസരണയോടെ ഉടൻ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നു, എന്തിനാ എന്നെ വിളിച്ചത്? നമ്മൾ ഇവിടുന്ന് നേരെ യൂദയായിലേക്കാണോ പോകുന്നതെന്ന് ഞങ്ങൾക്കറിഞ്ഞാൽ കൊള്ളാം, ജ്യേഷ്ഠൻ ജെയിംസ് പറയുന്നു. ഗുരു അങ്ങനെയാണ് പറഞ്ഞത്. എക്രോണിൽ നിന്ന് തിരിച്ചു വരാൻ ഗുരു വിചാരിച്ചതേയല്ല. നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നെ അയക്കാൻ തുടങ്ങിയതുമാണ്. പിന്നീട് ഈ കുന്നിൻ ചെരുവുകൾ വരെ വരാൻ സമ്മതിച്ചു. ഇതാണ് കൂടുതൽ നല്ലതെന്ന് കരുതി. കാരണം ഇവിടെ നിന്ന് യൂദയായിലേക്ക് പോകാൻ കഴിയുമല്ലോ. മൊദീന വഴിയാണോ? മൊദീന വഴിക്കാ? അത് സുരക്ഷിതമല്ല. കൊള്ളക്കാർ പതിയിരുന്ന് ആ വഴിക്ക് യാത്ര ചെയ്യുന്ന കച്ചവട സംഘങ്ങളെ ആക്രമിക്കാറുണ്ട്. തോമസ് പ്രതിഷേധിക്കുന്നു. ഓ, അവനോടോ? ഒന്നിനും അവനോട് എതിർക്കാൻ കഴിവില്ല. ആകാശത്തേക്ക് നോക്കി എന്തോ ചിന്തയിൽ മുഴുകി പുഞ്ചിരി തൂക്കിക്കൊണ്ട് ജോൺ പറയുന്നു. അവരെല്ലാം അത് നോക്കി നിൽക്കുകയാണ്. പിന്നീട് പത്രോസ് പറയുന്നു, നക്ഷത്രങ്ങളുള്ള ആകാശത്ത് നോക്കി നീ എന്തെങ്കിലും രസം പിടിച്ച കഥ വായിക്കുകയാണോ? നിന്റെ പ്രസന്നമായ മുഖം കാണുമ്പോൾ അങ്ങനെയാ തോന്നുക. ഞാനോ? അല്ല. അതെല്ലാം വിട്ടുപോരൂ. നീ ഭൂമിയിൽ നിന്ന് അനേകം മൈൽ അകലെയാണെന്ന് ഈ കല്ലുകൾക്ക് പോലും മനസ്സിലാകുന്നുണ്ട്. എക്രോണിൽ എന്താ സംഭവിച്ചതെന്ന് എന്നോടൊന്ന് പറഞ്ഞേ. ഒന്നും സംഭവിച്ചില്ല സൈമൺ, ഞാൻ തീർത്ത് പറയുന്നു. എന്തെങ്കിലും അനിഷ്ടകരമായി സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ സന്തോഷവാനായിരിക്കുമോ? അവൻ നിങ്ങളോട് പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അത്ഭുതങ്ങൾ കണ്ട് വിസ്മയിക്കുന്ന ആളുകളെ പോലെ അവർ ഞങ്ങളോട് കാരുണ്യമുള്ളവരായിരുന്നു, അത്രമാത്രം. അവൻ പറഞ്ഞതുപോലെ തന്നെ. പത്രോസ് തലകുലുക്കിക്കൊണ്ട് പറയുന്നു, അല്ല, നിനക്ക് കള്ളം പറയാൻ അറിഞ്ഞുകൂടാ. ഉറവയിലെ ജലം പോലെ നീ തെളിവുള്ളവനാണ്. നിനക്ക് നിറം മാറുന്നത് എത്രയോ കണ്ടിരിക്കുന്നു. നീ ഒരു ബാലനായിരിക്കുമ്പോൾ തുടങ്ങി നിന്നെ ഞാൻ അറിയുന്നതല്ലേ. കള്ളം പറയാൻ നിന്നെക്കൊണ്ടാവില്ല. നിന്റെ ഹൃദയവും നിന്റെ ചിന്തകളും നിന്റെ നാവും നിന്റെ തൊലി പോലും അതിന് പറ്റിയതല്ല. അതുകൊണ്ടാണ് നിന്റെ നിറം മാറുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് നിന്നോടൊരു പ്രത്യേക വാത്സല്യവും സ്നേഹവും എനിക്കുള്ളതും. കേൾക്കൂ, ഇങ്ങുവാ. യോനയുടെ പുത്രൻ സൈമൺ നിന്റെ പഴയ സ്നേഹിതനാണ് വിളിക്കുന്നത്. നീ ഓർക്കുന്നുണ്ടോ? നീ ഒരു ചെറിയ ബാലനും ഞാൻ മുതിർന്ന മനുഷ്യനുമായിരുന്ന കാലം നിന്നെ വാത്സല്യപൂർവ്വം കൊണ്ടു നടന്നിരുന്നതുമെല്ലാം. നിനക്ക് കഥ കേൾക്കണം. കോർക്കുകൊണ്ടുള്ള ബോട്ട് വേണം, ഒരിക്കലും അപകടമുണ്ടാകാത്ത ബോട്ട്. അത്തരം ബോട്ടിങ്ങിന് അങ്ങകലെ പോകണമെന്ന് നീ പറയുമായിരുന്നു. അതുപോലെ ഇപ്പോഴും നീ യാത്ര. കുട്ടിക്കാലത്ത് ബെത്സയിദയിലെ നദിയിൽ അങ്ങകലങ്ങളിലേക്ക് പോകുകയാണ്. പാവം സൈമണെ തീരത്ത് നിർത്തിയിരിക്കും. നിന്റെ ചെറിയ ബോട്ടിന് ഒരപകടവും ഉണ്ടാകില്ല. നിറയെ പൂക്കളുമായിട്ടാണ് നീ യാത്ര. കുട്ടിക്കാലത്ത് ബെത്സയിദയിലെ നദിയിൽ നീ അങ്ങനെയാണ് ചെയ്തിരുന്നത്. നദിയിൽ നിന്ന് ബോട്ട് തടാകത്തിലേക്ക് വിടുന്നു, ദൂരെ ദൂരെ അകലങ്ങളിലേക്കും പോകുവാനായി. നീ ഓർമ്മിക്കുന്നുണ്ടോ ജോണേ? നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഞങ്ങളെല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു. നീയാണ് ഞങ്ങളുടെ വള്ളത്തിൻ്റെ പായ്. അപകടം പറ്റാത്ത ബോട്ടും നീയാണ്. നിന്റെ ബോട്ടിൻ്റെ ചാലിലൂടെയാണ് ഞങ്ങളും നീങ്ങുന്നത്. എക്രോണിലെ അത്ഭുതത്തെക്കുറിച്ച് നീ എന്താണ് ഞങ്ങളോട് ഒന്നും പറയാത്തത്? ഒരു കൈകൊണ്ട് ജോണിൻ്റെ അരയ്ക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പത്രോസ് ഇത് പറഞ്ഞതും. എന്നാൽ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ജോൺ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു, നീ ഞങ്ങളുടെ തലവനായതുകൊണ്ട് എന്നോട് ഇപ്പോൾ പറയുന്നത്ര ശക്തിയായ വശീകരണ സാമർഥ്യത്തോടെ ആൾക്കൂട്ടങ്ങളോട് എന്താണ് സംസാരിക്കാത്തത്? അവർക്കാണ് ബോധ്യം വരേണ്ടത്, എനിക്കല്ല. കാരണം നിന്നോട് എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്നാൽ ജനങ്ങളെ എനിക്ക് അറിഞ്ഞുകൂടാ. സ്വയം ന്യായീകരിച്ച് പത്രോസ് പറയുന്നു. നീ അവരെ സ്നേഹിക്കുന്നില്ല, അവിടെയാണ് തകരാറ്. അവരെ അറിഞ്ഞുകൂടെങ്കിലും അവരെ സ്നേഹിക്കൂ. നീ നിന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞാൽ മതി. അവരും നമ്മുടെ പിതാവിൻ്റെ മക്കളാണ്.
അപ്പോൾ അവരെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതായി അനുഭവപ്പെടും. അവരുടെ ഇടയിൽ അനേകം ജോൺമാരുമുണ്ടായിരിക്കും. എൻ്റെ നിത്യനായ കുട്ടി, പറയാൻ എളുപ്പമാ. കടന്നലും മുള്ളൻ പന്നിയും പോലുള്ളതെല്ലാം ജോണായി മാറുമോ? ഓ, ഞാൻ നിത്യനായ കുട്ടിയൊന്നുമല്ല. ഞാൻ എല്ലാവരെയും പോലൊരാൾ. അല്ല സഹോദര, എല്ലാവരെയും പോലെയല്ല നീ. ഞങ്ങളെല്ലാവരും, ഒരുപക്ഷെ ബർത്തലോമിയോയും ആൻഡ്രൂവും തീഷ്ണനും ഒഴികെ, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്നും എന്തെല്ലാമാണ് ഞങ്ങളെ സന്തോഷിപ്പിച്ചതെന്നും എല്ലാവരോടും പറയും. നിന്റെ ജ്യേഷ്ഠ സഹോദരൻ നിന്റെ അപ്പനെ പോലെയുള്ള എന്നോട് നീ പറയണം. സെബ്ദെയിപുത്രൻ ജെയിംസ് പറയുന്നു. ദൈവമാണ് എൻ്റെ പിതാവ്, ഈശോ എൻ്റെ ജ്യേഷ്ഠൻ, മേരി എൻ്റെ അമ്മ. അപ്പോൾ രക്തത്തിന് ഒരു വിലയും നീ കൽപ്പിക്കുന്നില്ല അല്ലേ? അല്പം വികാരഭരിതനായി ജെയിംസ് ചോദിക്കുന്നു. വിഷമിക്കാതിരിക്കൂ. എനിക്ക് രൂപം നൽകിയ രക്തത്തെയും ഉദരത്തെയും ഞാൻ വാഴ്ത്തുന്നു. എൻ്റെ അപ്പനെയും അമ്മയെയും ഒരേ രക്തമായി എൻ്റെ ജ്യേഷ്ഠൻ നിന്നെയും വാഴ്ത്തുന്നു. മാതാപിതാക്കൾ എനിക്ക് ജന്മം തന്നു വളർത്തി. ഗുരുവിനെ അനുഗമിക്കാൻ പ്രാപ്തനാക്കിയത് നീ. ഗുരുവിനെ അനുഗമിക്കുന്നതിന് എൻ്റെ അമ്മ ഒരു ശിഷ്യയായപ്പോൾ തുടങ്ങി 2 വിധത്തിലാണ് അമ്മയെ സ്നേഹിക്കുന്നത്. എൻ്റെ മാംസവും രക്തവും കൊണ്ട് ഒരു പുത്രനെ പോലെയും എൻ്റെ ആത്മാവ് കൊണ്ട് ഒരു സഹശിഷ്യയെപ്പോലെയും. ഓ, അവൻ്റെ സ്നേഹത്തിൽ ഒന്നിക്കുക എന്നത് എന്തൊരാനന്ദം! ജെയിംസിൻ്റെ സ്വരം ഉയർന്നതും ഈശോ കേട്ടു. അവസാന വാക്കുകൾ കാര്യം വ്യക്തമാക്കി. അതിനാൽ ഈശോ അവരുടെ അടുത്തേക്ക് വന്നു. ജോണിനെ അലട്ടാതെ അവനെ ഹേമിക്കുന്നതുകൊണ്ട് ഒരു ഫലമുണ്ടാകുകയില്ല. അവൻ എൻ്റെ അമ്മയെപ്പോലെ തന്നെയാ. അവൻ ഒന്നും പറയുകയില്ല. എന്നാൽ നീ ഞങ്ങളോട് പറയൂ. എല്ലാവരും കൂടെ പറയുന്നു. കൊള്ളാം, ഇതാണ് കാര്യം. ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച സംഗതിക്ക് ഏറ്റം പറ്റിയത് ജോൺ ആയതുകൊണ്ടാണ് ഞാൻ അവനെ കൂടെ കൊണ്ടുപോയത്. അവൻ എന്നെ സഹായിച്ചു. അവൻ പൂർണ്ണനാക്കപ്പെടുകയും ചെയ്തു. ഇത്രയുമേയുള്ളൂ. പത്രോസ്, ജോണിൻ്റെ ജ്യേഷ്ഠൻ ജെയിംസ്, തോമസ് കറിയോത്തുകാരൻ എന്നിവർ പരസ്പരം നോക്കുകയും അധരങ്ങൾ മലർത്തി നിരാശ കാണിക്കുകയും ചെയ്യുകയാണ്. കറിയോത്തുകാരന് അതുകൊണ്ടും തൃപ്തി വരാതെ ചോദിക്കുന്നു. ഇപ്പോൾ തന്നെ ഏറ്റവും നല്ലവനായ അവനെ എന്തിനാ പൂർണ്ണനാക്കുന്നത്? ഈശോ അയാൾക്ക് മറുപടി കൊടുക്കുന്നു. നീ പറഞ്ഞിട്ടില്ലേ, ഓരോരുത്തർക്കും അവരുടേതായ വഴികളുണ്ട്, അതവർ ഉപയോഗിക്കുന്നു എന്ന്. എനിക്ക് എൻ്റേതായ വഴികളുണ്ട്. ജോണിന് അവൻ്റേതായ വഴികളുണ്ട്. അത് എൻ്റേതുപോലെയാണ് മിക്കവാറും. എൻ്റേത് പൂർണ്ണമാക്കപ്പെടാനില്ല, എന്നാൽ അവൻ്റേത് പൂർണ്ണമാക്കേണ്ടതാണ്. അത് വേണമെന്നും ഞാൻ ആഗ്രഹിച്ചു. കാരണം അതങ്ങനെ ആയിരിക്കണമെന്നുള്ളതും ശരിയായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അവനെ കൊണ്ടുപോയത്. കാരണം അതുപോലുള്ള വഴിയും അതുപോലുള്ള ആത്മാവുമുള്ള ഒരാളെ എനിക്ക് ആവശ്യമായിരുന്നു. അതിനാൽ ആരും അസ്വസ്ഥരാകേണ്ട, ജിജ്ഞാസുക്കളും ആകേണ്ട. നമുക്ക് മൊദീനായിലേക്ക് പോകാം. രാത്രി നല്ല കുളിർമയും ശാന്തതയും തെളിവുള്ളതുമാണ്. നിലാവുള്ളിടത്തോളം സമയം നമുക്ക് നടക്കാം. അതിനുശേഷം പ്രഭാതം വരെ ഉറങ്ങാം. മക്കബായരുടെ കബറിടങ്ങളിലേക്ക് യൂദാമാർ 2 പേരെയും ഞാൻ കൊണ്ടുപോകാം. കാരണം അവരാണല്ലോ ഭാഗ്യമുള്ള ആ നാമം ധരിച്ചിരിക്കുന്നത്. ഞങ്ങൾ 2 പേര് മാത്രമേയുള്ളോ? സന്തോഷത്തോടെ കറിയോത്തുകാരൻ ചോദിക്കുന്നു. അല്ല, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. എന്നാൽ മക്കബായക്കാരുടെ കബറിടത്തിലേക്ക് നിങ്ങൾ 2 പേർ മാത്രം. സ്വഭാവാതീതമായ വിധത്തിൽ നിങ്ങൾ അവരെ അനുകരിക്കാൻ വേണ്ടിയാണ്. തനി ആധ്യാത്മികമായ രംഗത്തും യുദ്ധം ചെയ്തും അവരെപ്പോലെ ജയിക്കാൻ.